ഭാഷ എന്ന് പറഞ്ഞാൽ എന്തിനാ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യം മനസ്സിലാവും. ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ അതിൽ വേറെ തർക്കമൊന്നുമില്ല. റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം സംസാരിക്കുന്ന ജനങ്ങൾ, അദ്ദേഹം ആരായിട്ടാണോ എൻഗേജ് ചെയ്യുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് റഹീമിന് സാധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നേതാവായിട്ട് വന്നത്. അപ്പോൾ അതിൽ പിന്നെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പോൾ റഹീമിൻ്റെ കാര്യത്തിൽ റഹീം എന്താണ്, ഐ ആം കമ്മിങ് ഫ്രം കേരള ഹു ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലാക്കിയത് എവിടെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പുളുങ്കൂഷൻ ഗ്രാമർ അത് തപ്പി നടക്കേണ്ട കാര്യമില്ല. പക്ഷേ നിഷാദ് പറഞ്ഞാൽ ആ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷുകാരുടെ കോളനി ആയിരുന്നല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ഭയങ്കര സംഭവമാണ്. ഇംഗ്ലീഷാണ് ആഢ്യ ഭാഷ, അല്ലെങ്കിൽ ഭയങ്കര മഹത്തരമായ ഭാഷ എന്നൊരു അബോധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുന്നത്. ഇപ്പോൾ റഹീം പരിഹസിക്കപ്പെടുന്നു, CPM വേറെ ആളുകൾ കോൺഗ്രസ്സുകാരുടെ പ്രസംഗം മോശമായാൽ തെറ്റിപ്പോയാൽ കളിയാക്കും. ഈ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് മോഡിയെ കളിയാക്കും. മോഡിയുടെ ഇംഗ്ലീഷ് എന്താണ് ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ ഇപ്പോൾ ഇപ്പം മോഡി അത്രയെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ നിഷാദ് നോക്കൂ, ലോകത്ത് ഏതെങ്കിലും രാഷ്ട്രതലവന്മാർ, ജർമ്മനിയുടെ ചാൻസലർ എടുക്കുക, അല്ലെങ്കിൽ ജപ്പാൻ്റെ പ്രധാനമന്ത്രി എടുക്കുക, ഇവരൊന്നും ഇംഗ്ലീഷ് ഒരക്ഷരം പറയുന്നില്ലെന്നേ. പുടിൻ ലോകത്ത് നമ്മളെപ്പോലുള്ള ഈ കോളനി മനസ്സുമായിട്ട് നടക്കുന്ന ആളുകളല്ലാതെ അവരുടെ ഭാഷയിലാണ് ലോകത്ത് ഏത് വേദിയിൽ പോയാലും സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന ഭാഷ ഭയങ്കര സംഭവം, അതറിയലെന്തോ ഭയങ്കര സംഭവമാണ്, അതിലൊന്നും വലിയ കാര്യമില്ല. റഹീം ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായിട്ട് സംവേദനം ചെയ്യാൻ പറ്റണം. അത് ഭാഷ അറിയാതെ തന്നെ ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷിൽ ഭയങ്കര കഴിവുള്ള ആളാണെന്ന് റഹീം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് കഴിവില്ലെങ്കിലും ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കും. ഇതല്ലേ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത്. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്.